ശങ്കര This is what I was talking about. തൊണ്ണൂറുകൾക്കൊടുവിൽ അനുകരണ വേദികളിൽ തുടങ്ങി ടെലിവിഷൻ ഷോകളിലൂടെ പടർന്നു പിടിച്ച പിഷാരടിയിസം അനുകരിക്കാൻ അത്ര എളുപ്പമല്ലെന്നതാണ് യാഥാർത്ഥ്യം. പുരസ്കാര രാവുകളിൽ മഹാനടന്മാർക്കായി വാക്കും കാഴ്ചയും ഒരുക്കുമ്പോഴും അവതാരകന്റെ ഫലിത ഭാഷണം വിളമ്പുമ്പോഴും പുതുമയും സമകാലിക പ്രസക്തിയും കൃത്യമായി വിളക്കി ചേർക്കുന്ന പിഷാരടി സ്പർശം പാഠപുസ്തകമാണ് പുതുതലമുറയ്ക്ക്. ഉണ്ടാക്കി നാട്ടിൽ നിന്ന് വരുന്ന ഏതെങ്കിലും പുള്ളിക്കാരത്തിനെ കൊണ്ട് ഒരുപോലത്തെ സാരി കൊണ്ടുവന്ന് ഒരുപോലത്തെ ബ്ലൗസ് കൊണ്ടുവന്ന് എവിടുന്നേലും മുല്ലപ്പൂ ഇറക്കിമുതി ചെയ്ത് എല്ലാം സ്കെയിൽ വെച്ച് അളന്ന് മുറിച്ച് വീതം വെച്ച് കൃത്യമായി വെച്ച് പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ ഒരു സ്ഥലം കൃത്യമായി കണ്ടുപിടിച്ച് അവിടെ ചെന്ന് എല്ലാവരും ഇങ്ങനെ പോലെ നിന്ന് ഒരാളുടെ പുറകെ കൈവച്ച് കൃത്യമായി ബാക്കിൽ നിൽക്കുന്ന പുള്ളിക്കാരത്തിന്റെ പുടവേറെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ മറച്ചു പിടിച്ചുകൊണ്ട് നിന്ന് കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ ആണുങ്ങളെ നോക്കിക്കോ, എവിടെയെങ്കിലും ഒരു മുണ്ടും മടക്കി കുത്തി ഒരു കാറിന്റെ ഡിക്കി പൊക്കി വെച്ചിട്ട് ഒരുത്തൻ അങ്ങോട്ട് നിൽക്കുന്നുണ്ടാവും, ഒരുത്തൻ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും ആണുങ്ങൾ ഫോട്ടോയുടെ കാര്യത്തിൽ നോക്കത്തില്ല. ഇപ്പൊ ഞാനൊക്കെ എന്റെ ഭാര്യയോട് കൊടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഇവള് എന്നോട് പറയും, ചേട്ടാ എന്റെ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറയും. നമ്മൾ ഈ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ നോക്കുമ്പോ പണ്ട് ഈ ബാലരമയിലൊക്കെ ഒരു മത്സരം ഉണ്ടായിരുന്നു, ഈ ചിത്രത്തിലെ 10 തെറ്റുകൾ കണ്ടുപിടിക്കുക. അതുപോലെ നമ്മൾ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ ഇവള് എന്റെ ബാഗ് കണ്ടില്ല, മുന്താണി കണ്ടില്ല, ചേട്ടന്റെ ഈ ഫോട്ടോ എടുത്ത ദിവസമാണ് എനിക്ക് മനസ്സിലായത്. ഇവളിത് എന്നോട് പറഞ്ഞില്ല. ഞാൻ പെണ്ണ് കാണാൻ ചെന്ന ദിവസം ഇവിടെ ഇങ്ങനെ നിന്ന് എന്നോട് മിണ്ടിയേ. എന്നെ ചതിയാൻ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഇവളുടെ ഇടതുവശത്ത് ആ കട്ടിൽ കിടന്നുകൊണ്ടിരുന്നേ. ഇപ്പൊ ഇടതുവശത്ത് കിടന്നിട്ട് നോക്കുമ്പോൾ വേറെ ആരോ കിടക്കണ പോലെ തോന്നുന്നു. ഞാൻ ചാടി അപ്പുറത്തെ സൈഡിലോട്ട് കയറി കിടക്കുന്നു. കിടക്കണ കാര്യം പറയുമ്പോൾ ഒരു ദിവസം പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ എന്റെ ഇളയവനുണ്ട്, 3-4 വയസ്സായിട്ടുള്ളൂ. ഇവൻ എന്റെ കൂടെ കിടച്ചോണ്ടി. അപ്പൊ ഇവള് പറഞ്ഞു, നിങ്ങളുള്ള ദിവസമാണ് ഇവൻ ഉറങ്ങാത്തത്, അല്ലെങ്കിൽ 9 മണിക്ക് കിടന്നുറങ്ങുന്നവനാ. നിങ്ങളിങ്ങനെ ഇവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ ഉറങ്ങുന്നില്ല, എനിക്ക് കിടന്ന് ഉറങ്ങണം, നിങ്ങൾ കുറച്ചു നേരം ഹോളിൽ പോയി ഞാൻ ഇവൻ ഉറങ്ങിയിട്ട് വിളിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഹോളിൽ പോയിരുന്നു. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അവൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, അവൻ ഉറങ്ങിയോ, ഞാൻ വരട്ടെ എന്ന്. അപ്പൊ അവിടുന്ന് ഒരു മെസ്സേജ്, അമ്മ ഉറങ്ങി, ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക ഈ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. ഈ സാധനം അടിച്ചു കയറ്റാൻ പറയും. ഇത് അടിച്ചു കയറ്റി കഴിയുമ്പം അവര് പറയും, ഒരു OTP വിട്ടിട്ടുണ്ട്. കരയിൽ കിടന്ന കല്ല് കട്ട കടൽ കാറ്റെല്ലാം കായലിലേക്ക് ഉണ്ടാകുന്ന കനം മാത്രമാണ്. കാരണമാണ് കേരളത്തിന്റെ കരുത്തുള്ള ആകാരം. കരുതന്മാരൊക്കെ എടുത്ത് 4 കാര്യങ്ങളാണ്: കാമം, ക്രോധം, കല്ല്, കാമിനി. 4 കായുണ്ട്. കടൽ കേമൻ, കാളിദാസൻ, കടൽ കേമൻ, കഥകളി, കേമനാരെ, കള്ളമാരി കേമന, കായമുള്ള കൊച്ചുണ്ണി. ഇതൊരു കുരിശാൻ തോന്നുന്നുണ്ട്. കുരിശിക്കുന്നത് ക്രിസ്തു ഇട്ട് പറ്റുക. ക്രിസ്തു കൃഷ്ണൻ കനിയമനെ കാശ് കുർബാന കബർ കല്ലറ കാശിറപ്പം കൊന്ന കാശി പറഞ്ഞാലോ കടം കരയിലോ കരഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു. കല്ല് കള്ളാണെന്ന് കല്ല് കല്ലുവാതിക്ക് നോക്കിച്ച കാര്യം പറയും. ഇത് ഞാൻ കേരളത്തെ കുറിച്ച് പറയാം. കേരളം എന്ന് തുടങ്ങുന്നത് തന്നെ കായലാണ്. കന്യാകുമാരിക്കും കാസർഗോഡ് എടുക്കാണ് കേരളം കൂടി പിടികൂടുന്നത്. കൂടാതെ കൂടുതലും കാർഗോഡുള്ള ജില്ലയിലാണ് കേരളത്തിൽ കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കാശ്മീരിനെ കണ്ണിന് കൊടുക്കുമ്പോൾ കേരളം കാണുവാനുണ്ട്. കാറിൽ കാണുന്ന കൂട്ട് കയ്യാങ്കളിൽ കിടത്ത് കാണാനേ ഇല്ല. കരക്കും കടന്നുകൂടെ വർഷങ്ങളുമായി കേരളം കൂടിക്കൊണ്ടു. കേരളത്തിലെ കാടുകളിൽ കടുവ, കരടി, കഴുത, കരമാങ്ങ, ഒരു കഥന, കാട്ടുപത്ത്, പുലു, കുരുക്കും, കീരി, കുരുക്കും, കുതിര, കോഴി, കുട്ടവ്, കുതിരം, കരികുരങ്ങ് എന്നീ കാട്ടുമൃഗങ്ങളുമുണ്ട്. ഇതൊരു കലയാണ് എന്ന് തോന്നുന്നതിൽ കലയിൽ കൂടുതൽ കായാണ്. കൂടിയാട്ടം, കാവടിയാട്ടം, കുറുത്തോട്ടം, മുത്തോട്ടം, കടപ്പാടി, കോൽക്കലി, കൊലന്തൂർ, മുമ്മാട്ടി, കഥകളി. ആയോധനകളിൽ 3 കായാണ്: കരാട്ടെ, കളരി, കുംഫു. കാണുന്നതും കാണാത്തതുമായ അവയവങ്ങളൊക്കെ കായാണ്: കൈ, കാല്, കണ്ണ്, കാത്, കരട്, കവിള്, കഴുത്ത്, കക്ഷ, കൺപീലി, കർണൻ, കൊമ്പ,
കിഡ്നി കുടവേ കൃഷ്ണമണി എല്ലാം കാകാരന്മാരാണ്. ഇനി എനിക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയക്കാരെ കുറിച്ചാണ്. കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം കാകാരന്മാരാണ്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കാമാരം, കട്ടോട്ട്, കള്ളപ്പണം, കയ്യാണ്ടി, കൈത്തോരം, പുര, കത്തിമത്ത്, പൊട്ടിക്കൊണ്ട് പുഴ, കുടുംബം എല്ലാം ഇങ്ങനെ കേരളയിൽ വരെ എത്തിയിരിക്കുന്ന വേദനകൾ കാക്കാര്. എനിക്ക് സിനിമാ താരങ്ങളെ കുറിച്ച് പറയാം. ഈ മനുഷ്യനെ നാളും മലർവാടി മറുമലർ പൊട്ടിടും പൂവാടി വിഴികളാടി പദങ്ങളിൽ നൃത്തമാടി ഒന്ന് വെറുതെ